എന്റെ പേര് ഷിജി തോമസ്. സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? സ്വന്തമായി ഒരു വരുമാനം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്ക് ഇതാ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുക എന്ന നല്ല ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുറെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, കുറെ ഹാർഡ് വർക്ക് ചെയ്യണം, കുറെ ആളുകളുമായി കുറെ കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പല പല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നുകൂടും. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് ആവില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും പിന്നാക്കം പോകും. അപ്പോ അതിൽ നിന്ന് ഒരു പ്രചോദനം, അങ്ങനെയുള്ളവർക്ക് ഒരു പ്രചോദനം നൽകുക വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ ഒരുപാട് പേര് ഞങ്ങളുടെ വീഡിയോസിന് കമന്റിൽ കൂടി ചോദിച്ചു എങ്ങനെയാണ് ഒരു സെലർ ആവാന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു ഉത്തരം നൽകുകയാണ് ഞാൻ എന്റെ ഓരോ വീഡിയോയിൽ കൂടി തരാനെന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട് എനിക്ക്. ഇനി ഇപ്പൊ നമ്മുടെ ഇതിൽ ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്ഷനുകളുണ്ട്. ഒന്ന് ഓൺലൈൻ ബിസിനസ്, രണ്ട് ഓഫ്ലൈൻ ബിസിനസ്. അപ്പൊ ഞാൻ ഫസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഓൺലൈൻ ബിസിനസിനെ കുറിച്ചാണ്. ഇപ്പൊ നമുക്കൊരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ആമസോണിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ആമസോണിൽ എങ്ങനെ ഒരു സെല്ലർ ആവാം, അക്കൗണ്ട് എങ്ങനെ മാനേജ് ചെയ്യാം, പ്രൊഡക്റ്റ് എങ്ങനെ ലിസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ വളരെ ലളിതമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ചിലവരുടെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ടാവാം, പക്ഷെ അത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റണില്ല. അപ്പൊ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആമസോൺ. ഇനി ഐറ്റം കയ്യിലില്ല, പ്രൊഡക്റ്റ് കയ്യിലില്ലാത്തവരും ഉണ്ടാവാം. അപ്പൊ അവര് അത് പർച്ചേസ് ചെയ്യാനായിട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. എവിടെ നിന്നാണ്, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഓരോ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ നമ്മള് മാർക്കറ്റില് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഐറ്റംസ് നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാം. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാം, ഹോൾസെയിൽ റേറ്റിന് പർച്ചേസ് ചെയ്യാം. എത്രത്തോളം റേറ്റ് കുറച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നോ അത്രത്തോളം നല്ലത്. കാരണം ഈ ആമസോണിൽ നമുക്ക് മത്സരിക്കാൻ വേറെ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ റേറ്റ് കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം, നമ്മൾ പരമാവധി റേറ്റ് കുറച്ച് വാങ്ങിക്കുക. പക്ഷെ റേറ്റ് കുറച്ച് വാങ്ങിക്കുമ്പോൾ ഒരിക്കലും ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഐറ്റം സെലക്ട് ചെയ്യരുത്. ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റം നമ്മൾ വാങ്ങിച്ച് അതിൽ സെയിൽ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഓർഡറുകൾ ഉണ്ടാവും, പതിയെ പതിയെ റിട്ടേണുകളുടെ എണ്ണം കൂടും. അപ്പൊ കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെയില് കുറയും, ബിസിനസ് ഡള്ളാവും. പിന്നെ നമ്മൾ ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇനിയിപ്പോ ചിലർക്കൊരു സംശയം ഉണ്ടാവും, ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ബിസിനസ് പൊളിഞ്ഞു പോയവരുണ്ട്. പക്ഷെ നമുക്ക് ഓൺലൈൻ ബിസിനസ്സിൽ കൂടുതൽ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും തകർച്ച സംഭവിച്ചാൽ അത് നമ്മൾ ഒരിക്കലും ബാധിക്കില്ല. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട എന്നുള്ളതാണ് ഈ ഓൺലൈൻ ബിസിനസിന്റെ ഒരു പ്രത്യേകത. അപ്പൊ എന്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ പലർക്കും ഒരു സംശയം ഉണ്ടാവും, ഒരു പ്രൊഡക്റ്റ് ഞാൻ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എത്ര ലാഭം കിട്ടും, എന്താണ് എനിക്ക് ഗുണം എന്നുള്ള ചോദ്യങ്ങളും പലരുടെ മനസ്സിലിപ്പോ ഉണ്ടാവും. അപ്പൊ എന്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഇതൊരു ട്രാൻസ്പെറന്റ് ഹുക്കാണ്. ഈ ഹുക്കിന് നമുക്ക് ഹോൾസെയിൽ റേറ്റിന് മാർക്കറ്റില് നമുക്ക് ഒരു പീസിന് 4 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈ 4 രൂപയ്ക്ക് ഇത് പർച്ചേസ് ചെയ്താൽ നമുക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാം, എത്ര പ്രോഫിറ്റ് കിട്ടും എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഈ ഐറ്റം ആമസോൺ സെല്ലർ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പേജ് നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോ ഈ സെല്ലർ 15 പീസിന് 175 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കും. ഈ ഐറ്റം ചേസ് ചെയ്തത് 60 രൂപയ്ക്കാണ്. ഇതിൽ നമുക്ക് ആമസോണിന്റെ കവർ, ടേപ്പ് അതിനൊക്കെ ഒരു 5 രൂപ. അപ്പൊ നമുക്ക് ടോട്ടല് 65 രൂപ. പിന്നെ ആമസോണിന്റെ ഷിപ്പിംഗ് ചാർജ്, കമ്മീഷൻ അതൊക്കെ നമ്മൾ ഒരു 90 രൂപ ഏകദേശം നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്നത് 175 രൂപയെന്ന്. ഇപ്പൊ നമുക്ക് ഈ ചെലവായിട്ടുള്ളത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 25 രൂപ നമുക്ക് ആ ഒരു ഐറ്റത്തിന് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ പേജിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു കാര്യം കൂടി കാണാം. ഈ സെല്ലർക്ക് 5000 പീസാണ് സെയിൽ നടന്നിരിക്കണം. അപ്പൊ അയാളുടെ പ്രോഫിറ്റ് ഒന്നും നിങ്ങൾ നോക്കിക്കേ. 5000 × 25 നോക്കുമ്പോൾ 1,25,000 രൂപ അയാൾക്ക് ഒരു ഐറ്റത്തിന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് ഒരു മാസത്തെ അയാളുടെ പ്രോഫിറ്റ് ആണ്, 1,25,000. ഇതിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് ഈ ഫീൽഡിൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഐറ്റത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പതിയെ പതിയെ 1-2 ഐറ്റംസ് ഇട്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഇതിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവും. അപ്പൊ പലരുടെ കമന്റുകളിൽ എനിക്ക് വായിച്ചതാണ്, എനിക്ക് തോന്നിയതാണ്, ഇതിലേക്ക് ഇറങ്ങി തിരിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ളൊരു ഭയം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ച് അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഓരോ സ്റ്റെപ്പ് വെക്കുന്തോറും നമുക്ക് ഉയരാൻ സാധിക്കും. പിന്നെ പലർക്കും GST എങ്ങനെയാണ് എടുക്കേണ്ടത്,
എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഓരോ കാര്യങ്ങളും അടുത്ത ഓരോ വീഡിയോകളിലൂടെ വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യും, നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾ എന്റെ ഓരോ വീഡിയോകളിൽ കൂടി ഞങ്ങളുടെ ബിസിനസ് യാത്രയിൽ നിങ്ങൾ ഒരു പങ്കാളിയാവുക. അങ്ങനെ നിങ്ങളും പുതിയൊരു ജീവിതം തുടങ്ങുക, പുതിയൊരു ബിസിനസ് ലൈഫ് നിങ്ങളും കൂടി സ്റ്റാർട്ട് ചെയ്യുക, ജീവിതത്തിൽ മുന്നേറുക, വിജയിക്കുക. അങ്ങനെ നിങ്ങൾക്കും 1-2 മാസത്തിനുള്ളിൽ നല്ലൊരു ബിസിനസ് വുമണോ ബിസിനസ് മാനോ ആവാം. പിന്നെ ഈ ഓൺലൈൻ ബിസിനസിന്റെ ഒരു പ്രത്യേകത കൂടി ഞാൻ നിങ്ങൾക്ക് പറയാം. നമ്മുടെ ബിസിനസ് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ നമുക്ക് 1-2 ഓർഡറുകൾ വരുള്ളൂ. അതൊരു ട്രാക്കിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മൾ വിശ്രമിക്കുമ്പോഴും നടക്കുന്ന ഒരു ബിസിനസ്സാണ് ഓൺലൈൻ ബിസിനസ്. അതും കൂടി ഓർത്തിട്ട് നിങ്ങൾ എന്റെ കൂടെ കൂടൂ. നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.